എനിക്കിപ്പോ ഇവിടെ ആകെ വിശ്വാസം നിന്നെ മാത്രം. വീട്ടിലെ ജോലിക്കാരെല്ലാവരും ഇപ്പൊ ഹോസ്പിറ്റലിലാ. വീട്ടിലെ രഹസ്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചിന്നു അറിയും. അതുകൊണ്ട് അവൾ അറിയാതെ വേണം എനിക്ക് ഓരോ നീക്കങ്ങളും നടത്താൻ. ആന്റി എന്താ ആന്റി ഉദ്ദേശിക്കുന്നത്? ഇപ്പോ മഹി വീട്ടിലുണ്ട്. അവനെ ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വിടില്ല. പക്ഷേ ഒരു കരുതൽ എന്ന നിലയ്ക്ക് നീ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. അവിടെ മഹി വരുന്നുണ്ടോന്ന് നീ ശ്രദ്ധിക്കണം. പിന്നെ നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് വിശ്വാസമുള്ള നിന്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഒരാളെ അവിടെ നിർത്തണം. നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിയും വരെ നമ്മൾ ശരിക്കും ജാഗ്രത പുലർത്തിയേ പറ്റൂ. ആന്റി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത് ആന്റിയുടെ മാത്രല്ല, എന്റെയും കൂടെ കാര്യം. മഹിയെ ആ സെർവന്റിന് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. ആന്റി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. മഹി ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടാതെ നോക്കണം. ബാക്കി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി മോളെ. അനസൂയ, മഹി മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ നോക്കേണ്ടത് നിന്റെ ചുമതലയാ. അവനെ മുറിക്കകത്തിട്ട് പൂട്ടുവോ അല്ല 24 മണിക്കൂറും കാവല് നിൽക്കുകയോ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. എന്നാ മഹി ഇവിടുന്ന് പുറത്ത് ചാടിയെന്ന് അറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇത് കുട്ടിക്കളിയല്ല. അതുകൊണ്ട് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. അമ്മായി ടെൻഷൻ ആവണ്ട. അവ മുറിന്ന് പുറത്തു പോവില്ല. അതെന്റെ ഗ്യാരണ്ടിയാ. പറഞ്ഞത് കേട്ടല്ലോ, കുട്ടിക്കളി പാടില്ല. നിന്റെ നോട്ടം ശരിക്കും മഹിയിൽ തന്നെ ആയിരിക്കണം. കേട്ടല്ലോ? രാജകുമാരി നിക്ക്. അനസൂയ ഈ വീട്ടിലെ കുട്ടിയാ, എന്റെ ചേട്ടന്റെ മകൾ. അവൾക്ക് ഞാൻ ഉത്തരവ് കൊടുക്കും. എന്റെ വാക്കുകൾ അവൾ അനുസരിക്കുകയും ചെയ്യും. അവളെ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള അധികാരം എനിക്കുണ്ട്. ഇവളോട് ഞാൻ ജോലി പറയും, അവളതനുസരിക്കും. നിന്നോട് ഇവിടെ ആരും ഒരു ജോലിയും പറയുന്നില്ല.